തങ്ങളുടെ ജീവിതത്തിനെതിരായി നിൽക്കുന്നൊരു യേശു ഇല്ലാതാകണം. ഹേരോദാവ് അത് തന്നെ ആഗ്രഹിച്ചത്. ഹേരോദാവ് അത് തന്നെയാണ് ആഗ്രഹിച്ചത്. എന്റെ ജീവിതത്തിന് എതിരായി നിൽക്കുന്ന ഒരു യേശുവിനെ എനിക്ക് ആവശ്യമില്ല. നമുക്കെല്ലാം യേശുവിനെ ആവശ്യമുള്ളവരാണ്. ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരും യേശുവിനെ ആവശ്യമുള്ളവരാണ്. പക്ഷേ നമ്മുടെ അധികാരത്തിനെതിരായി പ്രവർത്തിക്കുകയും നമ്മുടെ അധികാരത്തെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന ഒരു കർത്താവിനെ വേണ്ട എന്ന് ഈ ക്രിസ്മസിൽ നാം ചിന്തിച്ചിട്ടില്ലേ എന്ന് ചിന്തിക്കണം. നീ അങ്ങനെ ചിന്തിക്കുന്നെങ്കിൽ ഇന്നിന്റെ ജീവിതത്തിന്റെ സകല കറകളും കഴുകപ്പെടുന്ന ഒരു ദിവസമാണ് ഈ ക്രിസ്മസ്. നിന്റെ ജീവിതത്തിന്റെ സകല കറകളും സകല കുറവുകളും കഴുകപ്പെടുന്ന വിശുദ്ധമായൊരു ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു പുതിയ ക്രിസ്മസ് ആണിത്. നിന്റെ അധികാരം നിനക്കൊന്നുമല്ല എന്ന് നീ ഇന്നൊരു പ്രതിജ്ഞ എടുക്കണം. ഇന്ന് നമ്മിലുള്ള അധികാര ശക്തിയിലൂടെ ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറന്ന ആ യേശു ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. എന്നിലൂടെയും നിങ്ങളിലൂടെയും യേശു ഇല്ലാതായിക്കൊണ്ടിരിക്കുകയല്ലേ എന്ന് ചിന്തിക്കണം. ക്രിസ്ത്യാനികളെന്ന് നാം അഭിമാനിക്കുന്നവരാണ്, ക്രിസ്ത്യാനികളെന്ന് ചിന്തിക്കുന്നവരാണ്, സഭ അംഗത്വമുള്ളവരെന്ന് ചിന്തിക്കുന്നവരാണ്, നാം പല പാരമ്പര്യങ്ങളെയും മുറുകെ പിടിക്കുന്നവരാണ്. പക്ഷേ നമ്മിലുള്ള അധികാരശക്തിയിലൂടെ യേശു ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 9 മുതൽ 12 വരെ നാം വായിക്കുമ്പോൾ, ബേത്ലഹേം എത്തിയപ്പോൾ നക്ഷത്രം കൂടുതൽ തിളങ്ങി, വിദ്വാൻമാർ ശിശുവിന് സമ്മാനങ്ങൾ നൽകി, പൊന്ന്, മൂര്, കുന്തിരിക്കണം. ഇത്രയും ദൂരം രാജ്യങ്ങളെല്ലാം താണ്ടി അനേക കഷ്ടത സഹിച്ചു വന്ന ആ വിദ്വാൻമാര്, അവർക്ക് നിരാശയൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അതിന്റെ തെളിവാണ് അവരുടെ കയ്യിൽ ആ ദൈവപുത്രന് വേണ്ടി ചില സമ്മാനങ്ങൾ അതുവരെയും അവർ സൂക്ഷിച്ചു. ഇന്ന് നമ്മളും ദൈവപുത്രന് സമ്മാനങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരാ. പക്ഷെ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിൽ, ഭാരങ്ങൾ ഉണ്ടാകുമെങ്കിൽ, അത് വെയിറ്റ് കൂടുതലാണെന്ന് തോന്നുന്നെങ്കിൽ അത് വഴിയിൽ വലിച്ചെറിഞ്ഞിട്ട് കടന്നു വരുന്ന ഓരോ വ്യക്തികളാണ് നമ്മൾ. ദൈവപുത്രനെ കാണുവാൻ, ആരാധിക്കുവാൻ വന്നവര് പൊന്ന്, മൂര്, കുന്തിരിക്കം അതൊക്കെയും കരുതി അത് കൊണ്ടുവന്ന് ആ ദൈവപുത്രന്റെ കാൽപാദത്തിൽ സമർപ്പിച്ചു. യേശുവിന് കൊടുക്കാൻ എൻ്റെ നിങ്ങളുടെയും കയ്യിൽ ഈ ക്രിസ്മസിൽ എന്തുണ്ട്? ഇപ്പൊ നമ്മൾ പറയും, കർത്താവേ, ഞാൻ വന്നപ്പോൾ സാധാരണ 1 രൂപയാണ് ഞാൻ ഇടുന്നത്, ഞാൻ 5 രൂപ, 10 രൂപ, 50 രൂപ, 100 രൂപ കൊണ്ടുവന്നിട്ടുണ്ട്, അത് കാണിക്കിടാനാണ് വന്നിരിക്കുന്നത് എന്ന് പറയും. പക്ഷെ ദൈവത്തിന് ആഗ്രഹം നിന്റെ നിഷ്കളങ്കമായ മനസ്സാണ്. ദൈവത്തിന് ഇന്ന് പൊന്നും, മൂരും, കുന്തിരിക്കും ഒന്നും ആവശ്യമില്ല. നിന്നിലൂടെ ദൈവം ആഗ്രഹിക്കുന്നത് നിന്റെ നിഷ്കളങ്കമായ തുറക്കപ്പെട്ട ഒരു മനസ്സ് നീ അവന് സമ്മാനമായി ഈ ക്രിസ്മസിൽ കൊടുക്കുവാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. സ്നേഹത്തിന്റെ രാജാവായ യേശു ഇന്ന് ഹൃദയങ്ങളെ ഭരിക്കുന്നവനാണ്. ആ ഹൃദയങ്ങളെ ഭരിക്കുന്ന കർത്താവിന്റെ ശക്തി, ആ ഹൃദയങ്ങളെ ഭരിക്കുന്ന കർത്താവിന്റെ ശക്തി എന്നിലും നിങ്ങളിലും കടന്നു വരണം. ദൈവത്തിനും മനുഷ്യർക്കും മധ്യേ പാലം തീർത്ത മഹാപുരോഹിതനായ യേശുവിന്റെ ജനനം ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തെ അരക്കിട്ടുറപ്പിക്കുവാൻ കഴിയുന്നതായിരിക്കണം. ആ യേശുവാകുന്ന ആ വലിയ പാലം വഴിയായി പിതാവിലേക്ക് നമുക്ക് പ്രവേശനമുണ്ട്. അനേക വർഷങ്ങളായി നമ്മൾ ക്രിസ്ത്യാനികളായി ജീവിക്കുകയാണ്. ക്രിസ്ത്യാനികളെന്ന് പേരെടുത്തുകൊണ്ട് ജീവിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. യഹൂദ കാലത്ത് ദൈവികമായ സന്ദേശം പരിശുദ്ധാത്മാവിലൂടെ വരുമെന്ന് വിശ്വസിച്ചെങ്കിലും ആ സത്യത്തെ തിരിച്ചറിയുവാനും സ്വീകരിക്കുവാനും കഴിഞ്ഞത് യേശു ക്രിസ്തുവിലൂടെയാണ്. ഈ സത്യം നാം മനസ്സിലാക്കിയാൽ മാത്രം പോരാ, നാം അത് സ്വീകരിക്കുകയും ചെയ്യണം. സത്യം കാണുവാൻ മനുഷ്യന്റെ ഹൃദയ കണ്ണുകളെ തുറക്കപ്പെട്ടത് യേശുവിലൂടെയാണ്. നഗ്നതയാൽ അനേകരുടെ അകം കണ്ണുകൾ അജ്ഞതയാൽ കെട്ടപ്പെട്ടിരിക്കുകയാണ്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ പാപ ജീവിതമാണ് ഈ അജ്ഞതയെ നമ്മിൽ കൊണ്ടുവന്നത്. ഈ ക്രിസ്മസിന്റെ ദിവസത്തിൽ നമ്മുടെ പാപമാകുന്ന അജ്ഞത കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പാപ ജീവിതം കൊണ്ട്
മലിനപ്പെട്ടു പോയ നമ്മുടെ ജീവിതത്തെ ഇന്നൊന്ന് കഴുകി ശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം നമ്മൾ വെടിപ്പുള്ളവരായി ജീവിക്കണം. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ തന്നെ അടുത്ത സ്ഥലത്തേക്ക് പോയി ആവശ്യമുള്ളതും ഇല്ലാത്തതും എല്ലാം ഹൃദയത്തെയും വയറ്റിലും ഒക്കെ സ്വീകരിച്ച് പോകാനല്ല ഈ ക്രിസ്മസ് നമുക്ക് തന്നത്. ഈ ക്രിസ്മസ് നിന്റെ ജീവിതത്തിൽ ഒരു പരിവർത്തനത്തിന്റെ ദിവസമായിരിക്കണം. ഈ ക്രിസ്മസ് നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരത്തിന്റെ ദിവസമായിരിക്കണം. പരിശുദ്ധാത്മാവ് സൃഷ്ടിപ്പ് മാത്രമല്ല, പുനർസൃഷ്ടിപ്പും നടത്തുന്നു. ജീവൻ നൽകുന്ന പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും വലിയ പദ്ധതിയാണ് ഒരു കന്യകയുടെ ഉദരത്തിൽ ദൈവപുത്രനെ ഉരുവാക്കിയത്. നിങ്ങൾക്കും എനിക്കും ജീവൻ നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. യെഹെസ്കേലിന്റെ പുസ്തകം 37 അധ്യായം 14 വാക്യത്തിൽ നാം കാണുന്നുണ്ട്, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിൽ ആക്കും. പരിശുദ്ധാത്മാവിനാൽ പുതുക്കപ്പെട്ട ഒരു ജീവിതം നമുക്ക് നൽകുന്നതിനാണ് യേശു കടന്നു വന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നൊരു പുനർസൃഷ്ടിപ്പ് നടത്തുവാൻ കഴിയുന്നത് പരിശുദ്ധാത്മാവിനാണ്. ആ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ ഒരു പുനർസൃഷ്ടിപ്പ് സാധ്യമാക്കുന്ന ഒരു വിശുദ്ധ ദിവസമാണിന്ന്. അവൻ ഇന്ന് എന്റെയും നിങ്ങളുടെയും ജീവിതത്തെ പുതുക്കും. ആ പുതുക്കത്തിലേക്ക് കടന്നു വരാൻ നമുക്ക് മനസ്സുണ്ടോ? നഷ്ടപ്പെട്ടു പോയ എന്റെയും നിങ്ങളുടെയും ജീവിതം യേശുവിലൂടെ പരിശുദ്ധാത്മാവ് പുനർസൃഷ്ടിപ്പിലേക്ക് കൊണ്ടുവരുവാൻ ഈ ക്രിസ്മസിന്റെ ദിവസം ആഗ്രഹിക്കുകയാണ്. മനുഷ്യന്റെ ആത്മാവിനെയും ശരീരത്തെയും പുതുക്കുവാൻ പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയുകയുള്ളൂ. ആ പരിശുദ്ധാത്മാവിനെ ഹൃദയങ്ങളിലേക്ക് ക്ഷണിക്കണം. ആ പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, നീ ഒരു സത്യാരാധകനാണോ? ആ പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നതിന് മുൻപായി പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, നീ ഒരു സത്യ ആരാധകനാണോ? ഞങ്ങൾ അവന്റെ നക്ഷത്രം കണ്ടു, ഞങ്ങൾ അവനെ ആരാധിപ്പാൻ വന്നിരിക്കുന്നു. വിദ്വാൻമാർ പറയുകയാണ്, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നക്ഷത്രത്തെ ആരാധിക്കുന്നവരായി തീരാതെ ആ ബേത്ലഹേമിലെ നമ്മുടെയും ഓരോരുത്തരുടെയും മനസ്സിൽ ദൈവപുത്രൻ പിറക്കുന്നത് ഇന്ന സ്ഥലത്താണെന്നൊരു ചിന്ത നമുക്കുണ്ട്. അന്നത്തെ ജനങ്ങൾക്കും ഉണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു കൊട്ടാരത്തിൽ, രാജകൊട്ടാരത്തിലായിരിക്കും രാജാതിരാജാവായി യേശു ജനിക്കാൻ പോകുന്നത്. പക്ഷെ അങ്ങനെയല്ല. യേശു എളിമയുടെ വേഷം ധരിച്ചുകൊണ്ട് കടന്നു വന്നവൻ അവൻ ബേത്ലഹേമിലെ ഒരു പശുത്തൊഴുത്തിലാണ് ജനിച്ചത്. ദൈവപുത്രനെ ആരാധിക്കുവാൻ പലപ്പോഴും വലിയ ദേവാലയങ്ങളും വലിയ സ്വർണ്ണക്കുരിശുകളും വലിയ കാര്യങ്ങളുമൊക്കെയും എനിക്ക് നിങ്ങൾക്കും ആവശ്യമായി വരുന്നു. എന്നാൽ അവിടെയെങ്ങുമല്ല ദൈവത്തിന്റെ സാന്നിധ്യമുള്ളത്. നിഷ്കളങ്കതയുള്ള സ്ഥലത്ത്, വിശുദ്ധിയുള്ള സ്ഥലത്ത്, ഒരുമയുള്ള സ്ഥലത്ത്, എളിമയുള്ള സ്ഥലത്ത്, അവിടെയാണ് യേശു വസിക്കുന്നത്. എത്ര ചെളിപുരണ്ട ഒരു ഹൃദയമാണ് നമുക്കുള്ളത്. ദൈവത്തിന്റെ ആത്മാവ് നമ്മെക്കുറിച്ച് വേദനിച്ചുകൊണ്ടിരിക്കുക. പലരും ഇതുപോലുള്ള വിശേഷ അവസരങ്ങളൊക്കെയും വരുമ്പോൾ ഒരല്പം അകത്ത് ചെന്ന് കഴിയുമ്പോൾ പിന്നെ ദൈവത്തെ ഉപേക്ഷിക്കുകയും ദൈവത്തിനെതിരായി സംസാരിക്കുകയും ചെയ്യും. അപ്പോൾ പരിശുദ്ധാത്മാവ് ദുഃഖിച്ചുകൊണ്ടിരിക്കുക. മകനെ, മകളെ, നീ വിശുദ്ധിയുള്ളവനാകണം. നിന്റെ ഹൃദയത്തിൽ ഇന്ന് പുരണ്ട കറകളെയെല്ലാം കഴുകിക്കളയുവാൻ തക്കവണ്ണം ഒരു മാനസാന്തരത്തിന്റെ അനുഭവം ഉണ്ടാകണം. ആ വിദ്വാൻമാർ ബുദ്ധിയുള്ളവരായതുകൊണ്ടാണ് അവർക്ക് വിശുദ്ധിയുള്ളവരാകാൻ കഴിഞ്ഞത്. ദൈവം നമുക്കെല്ലാം ബുദ്ധി തന്നിട്ടുണ്ട്. പക്ഷെ ആ ബുദ്ധി പലപ്പോഴും വിനിയോഗിക്കുന്നത് ലോകസുഖങ്ങൾക്ക് വേണ്ടിയും ലോകമോഹങ്ങൾക്ക് വേണ്ടിയും ലോക സൗഭാഗ്യത്തിന് വേണ്ടിയുമാണ്. അതുകൊണ്ട് സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കാതെ ദൈവം പകർന്നു തരുന്ന ബുദ്ധിയിൽ ആശ്രയിക്കുമ്പോൾ മാത്രമേ നക്ഷത്രത്തിന്റെ ചലനവും നിൽപ്പും കാണാൻ കഴിയുകയുള്ളൂ. പ്രകൃതി നിയമങ്ങളെ മാറ്റിമറിക്കുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാകും. സൂര്യനെയും ചന്ദ്രനെയും യോശുവ നിയന്ത്രിച്ചു. സൂര്യ, നീ ഗിദെയോനിലും, ചന്ദ്ര, നീ അയ്യാലോൻ താഴ്വരയിലും നിൽക്കുക എന്ന് യോശുവ പറഞ്ഞപ്പോൾ അത് രണ്ടും അവിടെ തന്നെ നിന്നു. ഏലിയാവ് പറഞ്ഞു, ഇനി ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാവുകയില്ലെന്ന്. അപ്പോൾ ഏലിയാവിന്റെ ദൈവിക മനുഷ്യനായ ഏലിയാവിന്റെ കൽപ്പനയ്ക്ക് മുമ്പിൽ ആ കാലാവസ്ഥ അതുപോലെ നിൽക്കുകയാണ് ചെയ്തത്. ഒരു ദൈവ പൈതൽ പ്രാർത്ഥിക്കുമ്പോൾ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഒരു ദൈവ പൈതൽ വിശുദ്ധിയോടെ ബുദ്ധിയോടെ ദൈവത്തെ ആരാധിക്കുവാൻ ശ്രമിക്കുന്ന ഒരു ദൈവ പൈതലിന് മുമ്പിൽ പ്രകൃതി നിയമങ്ങൾ മാറും. ഇന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ പ്രകൃതി നിയമങ്ങൾ മാറുവാൻ പോവുകയാണ്. പ്രകൃതി നിയമങ്ങൾ നീങ്ങുവാൻ പോവുകയാണ്.
രോഗത്തിന്റെ കെട്ടുകളെ അഴിക്കുവാൻ കഴിവുള്ളവനായ ദൈവത്തിന്റെ മുമ്പിലാകുന്നു നാം ഇരിക്കുന്നത്. നമ്മുടെ ഭാരങ്ങളെ നീക്കുവാൻ കഴിവുള്ള ദൈവത്തിന്റെ മുൻപാകെയാണ് നാം ഇരിക്കുന്നത്. ആ ദൈവം ഇന്ന് നമ്മുടെ ജീവിതത്തിന് ഒരു വിശുദ്ധിയിലേക്ക് നമ്മെ കൊണ്ടുവരാൻ പോവുകയാണ്. നാം ഇന്ന് എന്ത് ദയനീയമായ അവസ്ഥയിലായിരിക്കുന്നുവോ ആ അവസ്ഥയെ മാറ്റുവാനായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പ്രവർത്തിക്കുവാൻ പോവുകയാണ്. നാം അവനെ ആരാധിക്കുമ്പോൾ, നാം അവനെ സ്തുതിക്കുമ്പോൾ, അവനെ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ആരാധിച്ചുകൊണ്ട് സ്തുതിക്കുമ്പോൾ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ശക്തി നമ്മിലേക്ക് കടന്നു വരുന്നു. അടഞ്ഞിരിക്കുന്ന ഞങ്ങളുടെ ഹൃദയങ്ങൾ യേശുവിന്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ. പിതാവേ, അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ രക്ഷിതാവുമായ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. അവിടുത്തെ പുത്രന്റെ നാമത്തിൽ എന്ത് യാചിച്ചാലും ഞങ്ങൾക്ക് നൽകാമെന്ന് വാഗ്ദത്തം ചെയ്ത ദൈവമേ, ഈ സമയം അങ്ങയുടെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു. ഈ ക്രിസ്മസിന്റെ ദിവസം ഞങ്ങളുടെ ഹൃദയമാകുന്ന ആ വലിയ തിരുമുൽക്കാഴ്ച ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുകയാണ്. നിങ്ങൾ ലജ്ജിക്കരുത്, നിങ്ങൾ ലജ്ജിക്കരുത്. എന്നെ ചൊല്ലി നിങ്ങൾ ലജ്ജിക്കുന്നുവെങ്കിൽ എന്റെ പിതാവിന്റെ അടുത്ത് നിങ്ങളെ ചൊല്ലി ഞാനും ലജ്ജിക്കും. കർത്താവേ, ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവേ. അഭിഷേകത്തിന്റെ ശക്തി ഞങ്ങൾ വ്യാപരിക്കണമേ കർത്താവേ. ദൈവാത്മാവിന്റെ ശക്തി പകരപ്പെടട്ടെ. പ്രിയമുള്ളവരെ, 2011 അവസാനിക്കുവാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. 2012 ദൈവം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തരുമെങ്കിൽ ഈ പുതിയ വർഷം ദൈവത്തിനു വേണ്ടി ജീവിക്കുവാനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ചുകൊണ്ട് ആത്മീയ പുതുക്കമുള്ളവരായി ജീവിക്കുവാനും ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനി നമ്മുടെ ജീവിതത്തിന് എത്ര വർഷം ബാക്കിയുണ്ട്, എത്ര ദിവസങ്ങൾ ബാക്കിയുണ്ട്, എത്ര മണിക്കൂറുകൾ ബാക്കിയുണ്ട്, എത്ര നിമിഷങ്ങൾ ബാക്കിയുണ്ട് എന്ന് ചിന്തിക്കുന്നത് ഉചിതമായിരിക്കും. മരണത്തെക്കുറിച്ചുള്ള ചിന്ത മനുഷ്യനുണ്ടെങ്കിൽ അവന്റെ ജീവിതത്തിന്റെ ഒരു നിമിഷവും ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയുകയില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഈ പുതുവത്സരത്തിൽ പുതിയ കൃപകളും പുതിയ അനുഗ്രഹങ്ങളും പുതിയ സന്തോഷവും ആത്മീയ ജീവനും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി നമുക്ക് പുതുവർഷത്തെ കാത്തിരിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. വീണ്ടും പ്രിയമുള്ളവരെ, ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹകരമാകുന്നു എന്ന് അറിയുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ ആഴ്ചകളിൽ കണ്ട അത്ഭുത സാക്ഷ്യങ്ങളും വിടുതലും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. 2011 നിങ്ങളുടെ ജീവിതം ഒരുപക്ഷെ നിരാശയിലായിരുന്നുവെങ്കിൽ 2012 നിങ്ങളുടെ ജീവിതത്തിന് പുതിയ വിടുതലും പുതിയ അനുഗ്രഹങ്ങളും പ്രാപിക്കുവാനുള്ളതാണ്. അത് നഷ്ടപ്പെടുത്താതെ ഞങ്ങളുടെ മീറ്റിങ്ങുകളിലേക്ക് കടന്നു വരുവാൻ സ്നേഹത്തോടെ നിങ്ങളെ അറിയിക്കുകയാണ്. ഞങ്ങളുടെ നമ്പറുകളിൽ ദയവായി നിങ്ങൾ വിളിക്കണം. ഞങ്ങളുടെ ഇമെയിലിൽ നിങ്ങളുടെ ഭാരങ്ങളും പ്രയാസങ്ങളും നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങളും ദയവായി ഞങ്ങളെ എഴുതി അറിയിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ശുശ്രൂഷയെ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് സഹായിക്കാം. അതിനായി താഴെ കാണുന്ന നമ്പറുകളിൽ ദയവായി വിളിക്കണം. നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങൾ ഞങ്ങളെ അറിയിക്കുകയും വേണം. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ബന്ധപ്പെടേണ്ട വിലാസം: ജീസസ് മിനിസ്ട്രി, ഗെറ്റ്സമൻ സെന്റർ, വടക്കെടുത്തുകാവ്, അടൂർ. ഫോൺ 0473-422-7269. മൊബൈൽ 8943126437. ഇമെയിൽ jesusministryindia@gmail.com.